കമന്റ് പോലും എൻ്റെ വീഡിയോയ്ക്ക് തരുന്നില്ല. ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞാലും എനിക്കൊരു ലൈക്ക് ആരും തരില്ല. പ്ലീസ് നിങ്ങൾ ഇനി തൊട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. എന്തൊരു തണുപ്പാണെന്നറിയാവോ? ഈ ഒക്ടോബർ മാസത്തിൽ തൊട്ടേ തണുപ്പ് തുടങ്ങി. ഭയങ്കര തണുപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാൻ എന്നാ രസമെന്നറിയാവോ? നല്ല സുഖമുണ്ട് ഇങ്ങനെ ഉറങ്ങാൻ. നേരം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഇതുവരെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നേഴ്സുമാർ വന്നിട്ട് കൈക്ക് ഓരോ കുത്തി ഷുഗർ നോക്കാനെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൈക്കൊരു ഒറ്റ കുത്തും കുത്തിയിട്ട് അവർ ഓടി. ഷുഗർ കുറവാണ് പറഞ്ഞത്. എന്നാൽ കുടിച്ച് പാല് വരുമൊന്നും ചെയ്യില്ല. ഞാൻ എന്തായാലും പോയിട്ടില്ല. ശരിക്കുള്ള കുറുക്കുണ്ടാക്കട്ടെ. ഗൈസ് ഭയങ്കര വിശപ്പ്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമുക്ക് ഒരു സ്പൂൺ അങ്ങോട്ട് കോരി കുടിക്കണം. ഗൈസ് വിശന്നിട്ട് വയ്യ. ഷുഗർ കുറവാന്ന് പറഞ്ഞു. അമ്മേനെ അവിടെ ICU കിടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത കാരണം അമ്മയ്ക്ക് വയ്യ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പാത്രം നിറച്ചും എനിക്കുള്ള കുറുക്കുണ്ടാക്കി കോരി കഴിക്കാൻ പോകുവാണ്. ഗൈസ് വിശന്നിട്ടൊരു രക്ഷയില്ല. എന്താ ടേസ്റ്റ്. കുറേ നാളായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രീമൊക്കെ ഇടണം. അമ്മയ്ക്ക് ഒന്നിനും പറ്റില്ല. അമ്മയ്ക്ക് ഓപ്പറേഷൻ അല്ലായിരുന്നോ? അപ്പൊ സ്റ്റിച്ചിന്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ നേഴ്സിനോട് പറഞ്ഞു എൻ്റെ ഈ ബ്യൂട്ടി ഒന്ന് പോകാതിരിക്കണ്ടേ, അതിനോട് ലേശം ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട്. അവർക്ക് തരാൻ മടിയാ. പക്ഷെ കിട്ടി, സാധനം കിട്ടി. ഞാനൊന്ന് തേച്ച് മിനുക്കി ഒന്ന് സുന്ദരി ആവട്ടെ. അല്ലെങ്കിൽ പിന്നെ കാണാൻ കൊള്ളൂലല്ലോ. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിരിക്കണമെങ്കിൽ നല്ല നല്ല ക്രീം ഉപയോഗിക്കണം. ഞാൻ അവരോട് കുറേ പറഞ്ഞിട്ടാട്ടോ തന്നെ. അമ്മേനെ കൊണ്ട് എന്തായാലും തേച്ച് തരാനൊന്നും പറ്റൂലല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെങ്ങനെ തന്നു, ഞാൻ സ്വന്തം തേച്ചോളാന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ നേരത്തെ അറിയാവുന്ന പരിപാടിയാണ്. എന്തായാലും കിട്ടിയല്ലോ. കുറച്ചു നേരം കളിക്കാം അതിനെ കൊണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിലുള്ള സാധനം കൊണ്ടൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാലോ, എന്നിട്ട് ഇങ്ങോട്ട് ഇട്ടാലോ. നേഴ്സ് വന്നാൽ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും. ഞാൻ അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചു. ഇനി അടുത്ത് ഉറങ്ങേണ്ട സമയമായി. നമ്മളൊരു 15 മിനിറ്റ് ഇടവിട്ട് ഉറങ്ങണം. സമയമായി. ഇനി ഉറങ്ങണം. ഉറങ്ങി എണീറ്റിട്ട് ഒന്നും കൂടെ കുറുക്ക് കുടിക്കണം. നല്ല സ്വപ്നം കാണണം. നല്ല ഉടുപ്പിടണം. നേഴ്സ് അങ്ങനെ എനിക്ക് നല്ലൊരു ഉടുപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കണം. പാലെങ്ങാനും കിട്ടുവാണെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ സമാധാനിച്ച് കിടക്കാം. നല്ല തണുപ്പായതുകൊണ്ട് നല്ല ഉടുപ്പാണ് എനിക്ക് അവരെ കൊണ്ട് തന്നെ. എൻ്റെ വീട്ടുകാരൊക്കെ മേടിച്ചതായിരിക്കും. നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മുടി ഒന്ന് മുറിക്കണം. നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞു മക്കളുടെ മുടി മുറിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിക്കണം കേട്ടോ. അല്ല അവരുടെ തലയിൽ ഒക്കെ തട്ടിപ്പോയി വേദനയാവും. പിന്നൊരു കാര്യം, എനിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മൊട്ടത്തല ഞാൻ കത്രിക വെച്ച് മുറിക്കും, ഉറപ്പാ. ഗൈസ് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയുക, കമന്റ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മക്കളെ. ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല. കുറുക്ക് കുടിച്ചത് ലേശം അധികമായിപ്പോയി.